ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗം ശ്ലോകം 6. യൂഥാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ നമ്മെ ഓരോരുത്തരെയും ബോധവാന്മാരാക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളിൽ നമ്മൾ കാണേണ്ടി വരുന്നതായ ഓരോ വ്യക്തികളും അവർ ചെയ്യുന്നതായ ഓരോ പ്രവൃത്തികളെ നമ്മൾ വിലയിരുത്തിയാൽ ഈ മഹാഭാരത യുദ്ധത്തിലെ ഓരോ കഥാപാത്രങ്ങളും ചെയ്തതായ പ്രവൃത്തികളായി നമുക്ക് താരതമ്യപ്പെടുത്തുവാനും അനന്തരം ഇവർ ചെയ്യുന്നതായ ഈ പ്രവൃത്തികളുടെ ഫലം എന്താണ് എന്നത് നമുക്ക് ബോധ്യപ്പെടുവാനും സാധിക്കും ഈ ഗീതയുടെ പാരായണത്തിലൂടെ, പഠനത്തിലൂടെ. ഇവിടെ ദ്രോണാചാര്യരെടുത്ത് തൻ്റെ ശിഷ്യനായ ദുര്യോധനൻ ഇത്തരത്തിൽ പാണ്ഡവന്മാരുടെ സേനയിലെ വീരന്മാരുടെ പുകൾ വർണ്ണിക്കുകയാണ്. അപ്പോൾ 6-ാം ശ്ലോകത്തിൽ ആരെയെല്ലാമാണ് പറയുന്നത്? വിക്രമിയായ യുധാമന്യു, വിക്രമി എന്ന് പറയുമ്പോൾ പരാക്രമിയായ യുധാമന്യുവും വീരനായ ഉത്തമൗജസ്സും, വീരൻ എന്ന് പറയുമ്പോൾ ധീരനായ ഉത്തമൗജസ്സും സുഭദ്രാപുത്രനായ അഭിമന്യു, ദ്രൗപദി പുത്രന്മാരും പാണ്ഡവസേനയിലുണ്ട്. എല്ലാവരും മഹാരഥന്മാരുമാണ്. ഇതാണ് ദുര്യോധനൻ തൻ്റെ ഗുരുവായ ദ്രോണാചാര്യടുത്ത് പറയുന്നത്. ഇവിടെ ഓരോ വ്യക്തികളെ നോക്കുമ്പോൾ വളരെ കോപിക്കുന്നവനായ യുദ്ധത്തിൽ പരാക്രമിയായ പാഞ്ചാല രാജാവാണ് യുധാമന്യു. അപ്പം അതിൽ ദുര്യോധനന് ഭയമുണ്ട്. പിന്നെ വളരെ ശ്രേഷ്ഠമായ ബലത്തോട് കൂടിയവനാണ് ഈ ഉത്തമൗജസ്. പിന്നെ ഭഗവാൻ കൃഷ്ണന്റെ സഹോദരിയെ വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ അതിലൊരു മകനുണ്ട് അർജുനന്. അതാണ് സുഭദ്ര പുത്രനായ അഭിമന്യു അഥവാ സൗഭദ്രൻ. ഈ അഭിമന്യുവിനെ ചതി ഉപയോഗിച്ചുകൊണ്ട് കുലപ്പെടുത്തുന്നതായ ഒരു രംഗം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തുടർന്നുള്ള ഓരോ ശ്ലോകങ്ങളിലും. അപ്പോൾ ഇത്തരത്തില് പഞ്ചപാണ്ഡവന്മാരുടെ ഓരോ പുത്രന്മാരും, അതായത് ധർമ്മപുത്രരുടെ മകനാണ് പ്രതിവിന്ധ്യൻ, ഭീമസേനന്റെ മകനാണ് സുതസോമൻ, അർജുനന്റെ മകനാണ് ശ്രുതകീർത്തി, നകുലന്റെ മകനാണ് ശതാനീകൻ, സഹദേവന്റെ മകനാണ് ശ്രുതസേനൻ. അപ്പോൾ ഇത്തരത്തില് ഈ പഞ്ചപാണ്ഡവന്മാർക്ക് പാഞ്ചാലിയിലുണ്ടായ 5 വീരന്മാരായ പുത്രന്മാരും അടങ്ങുന്നതായ പാണ്ഡവരുടെ മഹാവ്യൂഹം. ഇത്തരത്തിൽ ഈ ശംഖ ദുര്യോധനൻ തൻ്റെ ഗുരുവായ ദ്രോണാചാര്യരെടുത്ത് പറയുന്നത് വഴി ഇതിൽ നിന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതായ പാഠം, യഥാർത്ഥത്തിൽ ഇവിടെ ശത്രുത ഉണ്ടാകുന്നത് പാണ്ഡവന്മാരും കൗരവന്മാരും എന്ന ഒരു തലമുറയിൽപ്പെട്ടവരായിട്ടാണെങ്കിൽ ഈ തലമുറയിൽ അനന്തരമുണ്ടായ അടുത്ത തലമുറയും ഈ യുദ്ധത്തിൽ അണിനിരക്കുകയാണ്. അപ്പോൾ നമ്മൾ ശത്രുത ഒരു തലമുറകൾ തമ്മിൽ നിലനിർത്തിയാലും അടുത്ത തലമുറ വീരന്മാരായ ധീരന്മാരായ അടുത്ത തലമുറ നമ്മെ പരാജയപ്പെടുത്താൻ നീതിയുക്തമായ രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ മുന്നിൽ ഉണ്ടാകും എന്നതാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്നും നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതായ ഒരു പാഠം. ഓം നമോ ഭഗവതേ വാസുദേവായ. We've been waiting for so long.